ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്നാണ് അദ്രുവിൻ്റെ പിറന്നാൾ. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നാളിനല്ലേ പിറന്നാൾ ആഘോഷിക്കുന്നത്, അതുപോലെ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി കഴിഞ്ഞു. ഇന്നിപ്പോൾ പിറന്നാളായതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് വരികയാണ്. വലിയൊരു ഫംഗ്ഷനായിട്ടൊന്നും നമ്മൾ ആഘോഷിക്കുന്നില്ല, വളരെ ചെറിയൊരു ഫംഗ്ഷനാണ്. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ക്ഷണിച്ച ആളുകളൊക്കെ വീട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെയാണ് എല്ലാവരും. നമ്മൾ എല്ലാവരെയും ക്ഷണിച്ചില്ലെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. പക്ഷേ ഈ വന്നിരിക്കുന്ന കുട്ടികൾ അദ്രുവിൻ്റെ ഫ്രണ്ട്സാണ്. അവർ അദ്രുവിൻ്റെ ബർത്ത്ഡേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ആളെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അദ്രു എല്ലാവരും കൊടുത്ത ഗിഫ്റ്റും വേഗം വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്നാണോ വിചാരിക്കുന്നതെന്നറിയില്ല. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഏകദേശം ഒരു 1 മണിക്കായിട്ടുണ്ട്. അപ്പോഴേക്ക് ആണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാവരും എത്തി. നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്നു. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങും തുടർന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു, ഏകദേശം എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതൊരു കുഴപ്പമൊന്നുമില്ല, അവൻ കരഞ്ഞിട്ടൊന്നുമില്ല. അവൻ നല്ല കുട്ടിയായിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കേക്ക് നമ്മൾ കൊടുക്കുമ്പോഴും അതും നല്ല ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ട്. എല്ലാവരും കേക്ക് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവനതൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നതും. ഇവിടെ കുട്ടികൾ, എൻ്റെ ചുറ്റും കുറേ കുട്ടികളുണ്ട്. ഇവരെല്ലാവരും കേക്കിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത കേക്ക് കട്ട് ചെയ്യാനുണ്ട്. അതും കൂടെ അതിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് കേക്കൊക്കെ എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് കട്ട് ചെയ്യാം. ഇവിടെ സൈഡിൽ നിന്നിട്ടൊരാൾ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് കുട്ടികൾക്കും, പിന്നെ അവിടെ കുട്ടികളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് കൊടുക്കണം. പിന്നെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. ഇനി നമ്മൾ അദ്രുവിനുള്ള ഫുഡ് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം അവന് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇലയിൽ എല്ലാ വിഭവങ്ങളും വിളമ്പിയതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ അവന് കൊടുക്കും. ഇനിയിപ്പോൾ അവൻ്റെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഗസ്റ്റുകൾക്കൊക്കെ ഉള്ള ഫുഡ് ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട്, എല്ലാവർക്കും സദ്യ വിളമ്പിയിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടെ ഫുഡ് കഴിക്കാൻ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ അവർക്കും കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതുണ്ട്, അതും കൂടെ കാണാം. പിന്നെ ഈ വന്ന എല്ലാവരും മധുരന് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ്. ആ ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.